അത്രയും സീരിയസ് ആയ ഒരു ബ്ലഡ് ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു ഞാൻ. എന്തായാലും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഇന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഇവിടെ വരുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വരാനുള്ള ഒരു ആവേശം ഉണ്ടാകുന്നുണ്ട്. വെള്ളവും കുടിക്കാൻ ആഹാരവും എല്ലാം ഞങ്ങൾക്ക് തന്നു. ഇത്ര 16 വർഷം ദൈവയുടെ എല്ലാ അനുഗ്രഹങ്ങളോടും കൂടിയാണ് പൊങ്കാലയിടുന്നത്. എല്ലാ വർഷവും വന്ന് ഇവിടെ പൊങ്കാലയിട്ട് അമ്മയെ കണ്ട് തൃപ്തി അടഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പറ്റുന്നിടത്തോളം നാള് അമ്മയുടെ അടുത്ത് വന്ന് പൊങ്കാല ഇടണമെന്നാണ് ആഗ്രഹം. ഞങ്ങൾ 45 പേരടങ്ങുന്ന ഒരു ബസ് ആൾക്കാരാണ് ഇപ്രാവശ്യം. ലോകത്തെ എല്ലാ ജനങ്ങളെ അനുഗ്രഹിക്കണം നമ്മുടെ അമ്മ. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാനിപ്പോ പൊങ്കാലിടാൻ വരുന്നത്. എല്ലാ വർഷം എങ്ങനെയാണ് യൂണിഫോമിൽ പൊങ്കാല എന്ന് പറയുന്നത് നമുക്ക് ദേവീനെ എല്ലാവർക്കും ഇഷ്ടമുള്ളൂ അല്ല, നമ്മളൊക്കെ എല്ലാവർക്കും ലോകത്തെ എല്ലാ ജനങ്ങളെ അനുഗ്രഹിക്കണം നമ്മുടെ അമ്മ. അമ്മയുടെ പൊങ്കാല നിന്നപ്പോ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ദേവി അനുഗ്രഹിച്ചത് തന്നെ. അപ്പോ എല്ലാവർക്കും സർവൈശ്വര്യ അനുഗ്രഹം ഭഗവതി തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് സിന്ധു, തൃശ്ശൂരിന്നാ വരുന്നത്, തൃപ്രയാർ. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാനിപ്പോ പൊങ്കാലിടാൻ വരുന്നത്. തൃപ്രയാറിന് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉള്ള വീട്ടുകാർ ചെയ്തു തരുന്നുണ്ട്. എല്ലാവരും നല്ല സഹകരണമാണ് ഇവിടെ ഉള്ളവർ. നേർച്ചയല്ല, ഞങ്ങള് നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിട്ട്. ഞാൻ 16 വർഷമായി പൊങ്കാലിടുന്നു. ഇതുവരെ ദേവിയുടെ അനുഗ്രഹം കൊണ്ടും മുടക്കം വന്നിട്ടില്ല. പിന്നെ ഇവിടെ തൊഴാനായാലും ക്യൂ നിൽക്കാണ്ട് തൊഴാനുള്ള സാഹചര്യങ്ങൾ ദേവി എനിക്ക് തന്നിട്ടുണ്ട്. ഇത്ര 16 വർഷം ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളോടും കൂടിയാണ് പൊങ്കാലിടുന്നത്. വീട്ടിലും പിന്നെ കൂടെ വരുന്നവർക്കും എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പൊങ്കാലിടുന്നത്. അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ആദ്യമൊക്കെ പൊങ്കാലിടാൻ വരുമ്പോഴും എല്ലാവരും പറയും നമ്മൾക്ക് ഇവിടെ ഒരു വീട് വേണം എന്നുള്ളത്. അപ്പം എല്ലാവരും പറയും സോഫിക്ക് ഇവിടെ ഒരു വീട് വേണം, തൃശ്ശൂരല്ലേ നമുക്ക് വരുമ്പോൾ എല്ലാവർക്കും ഒരു വീട്. അതേപോലെ എൻ്റെ മോളുടെ വിവാഹം കഴിഞ്ഞത് ട്രിവാൻഡ്രത്തേക്ക് തന്നെയാണ്. അതേപോലെ എനിക്ക് ദേവി ഒരു വീട് ഇവിടെ ഉണ്ടാക്കി തന്നു. ഞാൻ ഇവിടെ പൊങ്കാലിടാൻ വന്നിട്ട് 6 വർഷമായി. എനിക്ക് ദേവി തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ വളരെ ഉണ്ട്, പറയാനാണെങ്കിൽ കുറേ ഉണ്ട്, അധികം ഉണ്ട്. അപ്പം എല്ലാ വർഷവും ഇനി തുടർന്നും വയ്യാതാവണ വരെയൊക്കെ നമുക്കിത് എല്ലാ വർഷവും വന്ന് ഇടാനുള്ള ആഗ്രഹം. ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ നെയ്ബേഴ്സും റിലേറ്റീവ്സൊക്കെയാണ്. എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ് യൂണിഫോമിൽ.
ആറ്റുകാലമ്മയുടെ അനുഗ്രഹം എനിക്ക് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം ക്യാൻസറായിട്ട് ഞാൻ RCC കിടക്കുന്ന സമയത്തായിരുന്നു ഇവിടെ പൊങ്കാല നടന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് നേർന്നു ഇത് കണക്ക് രക്ഷപ്പെടുവാണെങ്കിൽ ഡോക്ടർ ഉപേക്ഷിച്ചിരുന്നതായിരുന്നു. അത്രയും സീരിയസ് ആയ ഒരു ബ്ലഡ് ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു ഞാൻ. എന്തായാലും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞാനിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. കഴിഞ്ഞ വർഷം വന്ന് പൊങ്കാല ഇട്ടു. ഇനി പറ്റുന്നിടത്തോളം പൊങ്കാല ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ ആഗ്രഹിച്ചായിരുന്നു, വരാൻ പറ്റിയില്ല. ഇനി എല്ലാ വർഷവും വരണമെന്ന് ആഗ്രഹമുണ്ട്. അമ്മ കനിഞ്ഞാൽ എല്ലാം ഇവിടെ വരുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വരാനുള്ള ഒരു ആവേശം ഉണ്ടാകുന്നുണ്ട്. അമ്മയുടെ അനുഗ്രഹം എന്ന് ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ. 2ാം വർഷമാണ് അമ്മയുടെ അടുത്ത് വന്ന് പൊങ്കാല ഇടാൻ ഭാഗ്യം ലഭിക്കുന്നത്. അടുത്ത വർഷവും പറ്റുന്നിടത്തോളം നാള് അമ്മയുടെ അടുത്ത് വന്ന് പൊങ്കാല ഇടണമെന്നാണ് ആഗ്രഹം. ഒരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. ഞാൻ 2ാമത്തെ വർഷമാണ് ഈ വരുന്നത്. അമ്മയുടെ അനുഗ്രഹം എല്ലാം കിട്ടി. പേര് മുണ്ടക്കയത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ വരുന്ന വീട്ടിൽ ഞങ്ങൾക്ക് എല്ലാ വെള്ളവും കുടിക്കാൻ ആഹാരവും എല്ലാം ഞങ്ങൾക്ക് തന്നു. അതിൻ്റെ അനുഗ്രഹം മാത്രം. അടുത്ത വർഷവും വരാനുള്ള അനുഗ്രഹം അമ്മ എന്നിൽ ഞങ്ങൾക്ക്. എൻ്റെ പേര് ബിനി. 3-4 വർഷമായി ഞാൻ പൊങ്കാല ഇടാൻ വന്നിട്ട്. ഒരു വർഷം വന്നില്ലെങ്കിൽ അടുത്ത കൊല്ലം നമ്മൾ വരാനായിട്ട് തോന്നും. അങ്ങനെ അമ്മയുടെ അനുഗ്രഹമെല്ലാം ഉണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ മുണ്ടൊക്കെ 40 പേരുണ്ട്. 40 പേര് ഒരു ബസ്സിന് കയറി. അല്ലാതെ ആൾക്കാർ കുറവുണ്ട്. ആൾക്കാർ ഇവിടുന്ന് ഞങ്ങൾ എല്ലാ വർഷവും വന്ന് ഇവിടെ പൊങ്കാലയിട്ട് അമ്മയെ കണ്ട് തൃപ്തി അടഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഞങ്ങൾക്കുണ്ട്. ഓരോ വർഷം ചെല്ലുന്തോറും ഞങ്ങൾക്ക് ഇവിടെ വന്ന് പൊങ്കാല ഇടാനുള്ള ഒരു അനുഗ്രഹം തരട്ടെ എന്ന് പറയുന്നത്. അമ്മയ്ക്ക് നിവേദ്യം അർപ്പിച്ചു കൊടുക്കും. ഓരോ നേർച്ച അനുസരിച്ച് ഞങ്ങൾ കുമ്പിളെന്ന് പറയും നമ്മുടെ നാട്ടിൽ. അങ്ങനെയൊക്കെ ഉണ്ടാക്കും. 3 വർഷമായിട്ട് വരുന്നു. 3 വർഷമായിട്ട് 3-ാം വർഷമാണ്. പിന്നെ വളരെ സന്തോഷം. വളരെ സന്തോഷം. നിങ്ങൾ എത്ര പേരുണ്ട്? ഞങ്ങൾ 45 പേരടങ്ങുന്ന ഒരു ബസ് ആൾക്കാരാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഫാമിലിയായിട്ട് ചെറിയ വണ്ടിയിൽ വന്നിരുന്നു. ബസ്സിൽ ഉണ്ടാക്കിയിരുന്നു. നമ്മൾ എത്ര മണിക്കാണ് നമ്മൾ തീ കൊടുക്കുന്നത്? 10:30 അമ്പലത്തിൽ ബൈക്ക് അലോൺസ് തുടങ്ങുമ്പോൾ നമ്മളിവിടെ ശരി, ഓക്കെ, സന്തോഷം. ശരി, ഓക്കെ, സന്തോഷം.
ഞാൻ കിളിമാനൂർ. വെക്കുന്ന വർഷങ്ങളിലെല്ലാം വരാറുണ്ട്. ഞാൻ കാർഷിക കോളേജിൽ. ഞങ്ങള് 8 പേര്.